അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ആദരണീയനായ എം മുഹമ്മദ് മദനി മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. KNMൻ്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ഒക്കെ അമരക്കാരനായിരുന്ന അദ്ദേഹം ധാരാളം സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ബഹുമാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിനീതൻ ഇവിടെ ഈ ഒരു വോയിസിൽ വരാൻ ഇടയായിട്ടുള്ളത് എൻ്റെ വിനീതൻ്റെ നാട്ടുകാരനും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ജനറൽ സെക്രട്ടറിയും ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമെല്ലാമായിരുന്ന MM മദനി എന്നറിയപ്പെടുന്ന മുഹമ്മദ് മദനി ഈ അടുത്ത ദിവസം മരണപ്പെടുകയുണ്ടായി. വളരെ സൗഹൃദപൂർവം എല്ലാ വിഭാഗങ്ങളുമായി ഇടപെടുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം. പ്രായ വ്യത്യാസമില്ലാതെ, പദവി വ്യത്യാസമില്ലാതെ എല്ലാവരോടും സൗഹൃദം പുലർത്തുന്നു. ഈ വിനീതനും 40-42 വർഷമായിട്ട് അദ്ദേഹത്തോടുമായി സൗഹൃദമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഏതായാലും വലിയ ഒരു ജനസഞ്ചയം കൊടിയത്തൂരിൽ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി. ഇവിടെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ റഫീഖ് സലഫി എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തി പല വിഷയങ്ങളെ സംബന്ധിച്ചും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വിനീതന് നേരത്തെ അദ്ദേഹത്തെ അറിയാം. അഹമ്മദിയ ജമാഅത്തിനും അദ്ദേഹത്തെ പരിചയമുണ്ട്. കാരണം അഹമ്മദിയ ജമാഅത്തിനെതിരായിട്ട് ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുകയും ചില പ്രദേശങ്ങളിലെല്ലാം പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സമുചിതമായ നിലയിൽ തന്നെ അഹമ്മദിയ മുസ്ലിം പണ്ഡിതന്മാർ മറുപടി പറയുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഇദ്ദേഹം ആ ഒരു രംഗത്ത് പ്രവേശിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഏതായാലും ഇപ്പം മുഹമ്മദ് മദനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തൊരു മഹാസംഭവമായിട്ട് 1989 മെയ് 28 കൊടിയത്തൂരിൽ വെച്ച് നടന്ന മുബാഹല പ്രാർത്ഥന, അത് മദനിയുടെ എന്തോ ഒരു വലിയ വിജയമായി ഘോഷിച്ചുകൊണ്ട് അഹമ്മദിയ പ്രസ്ഥാനത്തിനെതിരിൽ വലിയ കളവിന്റെ ഘോഷയാത്രയാണ് ഈ പണ്ഡിതൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുപോലെ MM അക്ബറിന്റെ ഒരു അനുസ്മരണത്തിലും മുബാഹല പരാമർശിക്കപ്പെടുകയും അഹമ്മദിയ പ്രസ്ഥാനത്തിനെതിരായി തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ ഈ സലഫിക്ക് ചില പ്രതികരണങ്ങൾ അത്യാവശ്യമാണ് എന്ന് കരുതിയത് കൊണ്ടാണ് ഇവിടെ വിനീതൻ അതിനു വേണ്ടി മുതിരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദനിയെക്കുറിച്ച് പറയുമ്പോൾ അധികം ആളുകൾക്കും അറിയാത്ത ഒരു ചരിത്ര സംഭവമുണ്ട്. ലോകത്ത് ഏറെ ചർച്ചയായ, ഏറ്റവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു ചരിത്ര സംഭവം. മാത്രമല്ല, അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. അതെന്തായിരുന്നു? 1989 മെയ് മാസം 29 കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ വെച്ച് നടന്ന മുബാഹല. ആ മുബാഹലയ്ക്ക് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ MM മദനിയായിരുന്നു. MM മദനിയുടെ ചരിത്രം പറയുമ്പോൾ ആ മുബാഹലയുടെ ചരിത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമാവുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത്. ആ മുബാഹലക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ആശയപരമായ പൊതുശത്രുവിനെ നേരിടുന്നതിൽ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന ഒരു മുബാഹല കൂടിയായിരുന്നു അത്. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും സമസ്തയുമൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയും അതിൻ്റെ ഒരു നല്ല ഫലം സമൂഹത്തിന് അനുഭവിക്കാനും കഴിഞ്ഞു. അദ്ദേഹം ആദ്യമായി പറയുന്നത് ആശയപരമായി അഭിപ്രായ വ്യത്യാസമുള്ള പൊതുശത്രുവിനെതിരായിട്ട്, അതായത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരായിട്ട് മുസ്ലിങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൂടിയ ഒരു മഹാസംഭവമായിരുന്നു ഈ കൊടിയത്തൂർ മുബാഹല എന്നാണ്. ഇവിടെ ആശയപരമായി ഭിന്നതയുള്ള നിരവധി വിഷയങ്ങളിൽ
ഒരിക്കലും ഒരുമിച്ച് കൂടാത്ത ഒരു ആളുകളാണ് അഹമ്മദിയ ജമാഅത്തിനെതിൽ ഒരുമിച്ച് കൂടിയത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇസ്ലാം സത്യമതമാണ്, മുഹമ്മദ് മുസ്തഫ തിരുമേനി സത്യാത്മാവാണ്, അള്ളാഹുവിനാൽ നിയോഗിതരായ പ്രവാചകനാണ് എന്ന കാര്യത്തിൽ ഇവരെല്ലാം ഒരുമിക്കുന്നവരാണല്ലോ. എന്നാൽ ഇസ്ലാമിക ദഅവ രംഗത്ത് ഇവർ ഒരുമിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അവരുടേതായ മാർഗത്തിൽ പോകുന്നു. ഈ ജിന്ന് എന്ന് വിളിക്കപ്പെടുന്ന മിശ്രം വിഭാഗം അവരുടേതായ വഴിയിൽ സഞ്ചരിക്കുന്നു. മുജാഹിദുകൾ KNM നിസ്റ്റ് ഓഫ് ട്രൂത്ത് എന്ന പേരിലാണ് പ്രവർത്തി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനത്തിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന പ്രവചനങ്ങളുടെ ഒരു പുലർച്ചയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവർക്ക് ഒരിക്കലും നന്മയിൽ യോജിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഖുർആൻ പറയുന്നത് നിങ്ങൾ നന്മയിൽ യോജിക്കുക എന്നാണ്. എന്നാൽ ഇവർ തിന്മയിലാണ് യോജിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകർ പറയുകയുണ്ടായി, അൽ കുഫ്റു മില്ലത്തും വാഹിദ, കുഫർ ഏക സംഘമാണ്. അതായത് സത്യവിശ്വാസികൾക്കെതിരിൽ, സത്യത്തിനെതിരിൽ കുഫറിന്റെ ഒരു യോജിപ്പുണ്ടാവാറുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ടാകുമെന്നും പ്രവാചകർ പഠിപ്പിക്കുന്നു. ഇവിടെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്ത മഹദിയും മസീഹും ആഗതരായപ്പോൾ ആ മഹാത്മാവിനെ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യ സംഘമാണ് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി. ഈ അഹമ്മദിയ ജമാഅത്തിനെതിരിൽ വരുമ്പോൾ മാത്രമാണ് പരസ്പരം കുഫറും ശിർക്കും വസീലത്തു ശിർക്കും എന്ന് വേണ്ട സകല വിധേന ബിദ്അത്തുകളും ശിർക്കുകളും പരസ്പരം ആരോപിച്ചുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഈ മുസ്ലിം സംഘടനകൾ യഥാർത്ഥത്തിൽ ഒരുമിക്കുന്ന ഏക പോയിന്റ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിൽ മാത്രമാണെന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ചേകരൂർ മൗലവിയുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക ശിഷ്യന്മാരെയും സുന്നത്തിനെയും ഹദീസിനെയും എല്ലാം തള്ളിപ്പറയുന്ന നവീനവാദം ഉണ്ടായപ്പോഴും അവർക്ക് ഒരുമിക്കാൻ സാധിച്ചിട്ടില്ല. ഇവർക്ക് ഒരുമിക്കാൻ സാധിച്ചത് സത്യപ്രസ്ഥാനമായ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിൽ മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതങ്ങനെ തന്നെയാണ് ഉണ്ടാവേണ്ടതും. കാരണം പ്രവാചകർ തിരുമേനി തൻ്റെ ഉമ്മത്തിന് പിൽക്കാലത്ത് വന്ന് ഭവിക്കുന്ന മാർഗഭ്രംശത്തെ പറ്റിയും ഭിന്നതകളെ പറ്റിയും കുഴപ്പങ്ങളെ പറ്റിയുമെല്ലാം പ്രവചിച്ചപ്പോൾ യഹൂദി നസാറാക്കള് 72 വിഭാഗമായി പിരിഞ്ഞുവെങ്കിൽ തൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയുമെന്ന് പ്രവാചകർ പറയുകയുണ്ടായി. ഈ 73 കൃത്യമായ എണ്ണമാണ് എന്ന് അഹമ്മദി മുസ്ലിമീങ്ങളോ സലഫി ഉൾക്കൊള്ളുന്ന മറ്റ് മുസ്ലിമീങ്ങളോ പറയുന്നില്ല. അത് ആധിക്യത്തെ സൂചിപ്പിക്കുവാനാണ് എന്ന കാര്യം എല്ലാവരും ഏറ്റു പറയാറുണ്ട്. പക്ഷെ ഒരു വിഭാഗം സത്യത്തിലായിരിക്കും, ബാക്കി എല്ലാവരും കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ആ സ്വർഗസ്ഥരായ മോശപ്രാപ്തരായ സംഘത്തെ സംബന്ധിച്ച് പ്രവാചകർ പറഞ്ഞിട്ടുള്ളത് മാ അന അലൈഹി വസ്ഹാബി എന്നും വയൽ ജമാ എന്നുമാണ്. സഹീഹ് മുസ്ലിമിലും മിസ്കാത്തിലുമെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഈ 2 വിശേഷണമല്ലാതെ മറ്റൊന്ന് ഉള്ളതായിട്ട് അഹമ്മദിയ ജമാഅത്തിന്റെ എതിരാളികൾ ആരും തന്നെ ചൂണ്ടിക്കാണിക്കാറുമില്ല. അപ്പോൾ അള്ളാഹുവിനാൽ നിയോഗിതരായ പ്രവാചകൻ തിരുമേനി പ്രവചിച്ചതനുസരിച്ച് ആഗതരായ ആ മഹദി മസീഹിനെ വിശ്വസിച്ച ഒരു സംഘം ഇന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞ ആ സമ്പൂർണമായ സവിശേഷത, അള്ളാഹുവും പ്രവാചകനും എങ്ങനെയായിരുന്നു, അള്ളാഹുവിനാൽ നിയോഗിതരായ പ്രവാചകർ അദ്ദേഹത്തിന്റെ ശിഷ്യ സംഘം മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അസിദ്ദാഉ അലൽ കുഫാർ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവരെ പറ്റി വിവരിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഒരു ഭാഗത്ത് പരസ്പരം പോരടിക്കുകയും എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിൽ ആ മക്കയിലെ കുഫാറുകളും യഹൂദികളും ക്രിസ്ത്യാനികളും മജൂസികളും എന്ന് വേണ്ട സകലമാന വിഭാഗക്കാരും പ്രവാചക തിരുമേനിക്കെതിൽ അന്ന് ഒരുമിച്ച് നിന്നു. ചരിത്രം സാക്ഷിയാണ്. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് പ്രവാചകർ തിരുമേനിയുടെ പ്രവചനമനുസരിച്ച് ഈ കാലഘട്ടത്തിൽ ആഗതരായ ഹസ്രത്ത് അഹമ്മദ് അലൈഹിസ്സലാമിനു എതിരിലും അദ്ദേഹത്തിന്റെ ശിഷ്യസംഘമായ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കൂ എന്നുള്ളതാണ് മുഹമ്മദ് മദനിയുടെ വലിയ മഹത്വമായി ഇവരിവിടെ മുബാലയും മറ്റും വിവരിക്കുന്നത്.
അപ്പോൾ ആ അൽ ജമാഅത്ത് നബി തിരുമേനി പറഞ്ഞ രണ്ട് കാര്യം, അള്ളാഹുവിനാൽ നിയോഗിതനായ പ്രവാചകരും അദ്ദേഹത്തിന്റെ ശിഷ്യ സംഘവും അന്ന് ഉണ്ടായതുപോലെ അതേപോലെയുള്ള അതൊരു ഐഡന്റിറ്റിയാണ്. സത്യത്തെയും അസത്യത്തെയും നരകസ്ഥരെയും സ്വർഗസ്ഥരെയും തിരിച്ചറിയുക എന്നുള്ള മൗലികമായ നിർബന്ധമായ വിഷയത്തിലേക്ക് തിരിച്ചറിയുവാനുള്ള അടയാളമായി തന്റെ അനുചരന്മാർ ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ് മാ അന അലൈഹി വഅസ്ഹാബി എന്നും വയൽ ജമാ. അൽ ജമാ എന്ന് പറഞ്ഞ് നമുക്കറിയാം, ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് ജമാഅത്ത് നമസ്കാരം നമുക്കതിന് ചൂണ്ടുപലകയാണ്. ഒരു ഇമാമ് വേണം, അദ്ദേഹത്തിന്റെ പിന്നിൽ മഹ്മൂമുകൾ വേണം. ഇവിടെ ഒരു ഇസ്ലാമിക സംഘം ജമാഅത്താവണമെങ്കിൽ അനുസരിക്കൽ നിർബന്ധമായ ഒരു നേതാവ്, ഒരു അമീറുൽ മുഅ്മിനീൻ, ഒരു ഖലീഫ, അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്ത ശിഷ്യ സംഘം. അങ്ങനെയായിരുന്നു പ്രവാചകർ തിരുമേനിയും അദ്ദേഹത്തിന്റെ സഖാക്കളും ഉണ്ടായിരുന്നത്. പിന്നീട് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് അതേ ഒരു അൽ ജമാഅത്തിന്റെ മാതൃക സഹാബാക്കളും നിലനാട്ടി കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് പ്രവാചക തിരുമേനി പഠിപ്പിച്ച സത്യസംഘത്തിന്റെ അടയാളം. ഈ ഒരു അടയാളത്തിന്റെ പൂർത്തീകരണമാണ് മുബാഹലയിലൂടെ മുഹമ്മദ് മദനി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം അഹമ്മദിയ ജമാഅത്തിനെതിരിൽ പരസ്പരം കുഫ്ർ ഫത്വ പുറപ്പെടുവിക്കുന്ന, പരസ്പരം ശിർക്കും വിദ്അത്തും ആരോപിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന മറ്റെല്ലാവരും ഒരുമിച്ചുകൂടി അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഒരു ഭാഗത്തും മറ്റെല്ലാവരും മറുഭാഗത്തുമായി മുബാഹലയിൽ അണിനിരന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അൽ കുഫ്റു മില്ലത്തുൻ വാഹിദ. അപ്പോൾ ഈ കുഫറുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് 72 എന്ന് പറയുന്ന മുഴുവനും സംഘങ്ങളെയും ഒരു ഭാഗത്തായി കാണിക്കുക എന്നതും സത്യവിശ്വാസികളെ ഒരു മറുഭാഗത്തായി കാണിക്കുക എന്ന ഒരു ദൗത്യം മുബാഹലയിലൂടെ അള്ളാഹു കാണിച്ചു തന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യനിഷേധികളുടെ നേതാവായി ശാപമേറ്റു വാങ്ങുവാനുള്ള നിർഭാഗ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മദനിക്കുണ്ടായത് എന്നുള്ളതാണ് സത്യം. അങ്ങനെ 1988 ജൂൺ മാസം 10 ഈ മീർസ ത്വാഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ ഖലീഫ, അദ്ദേഹം ബ്രിട്ടനിൽ വെച്ച് ഖുത്ബയിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ മുബാഹലക്ക് വെല്ലുവിളിച്ചു. എന്താണ് നമ്മുടെ സലഫി ഒരു വലിയ കള്ളം പറയുന്നത്? മുബാലയുടെ പശ്ചാത്തലവും നജ്റാനിലെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ വിവരിച്ച ശേഷം പിന്നെ അദ്ദേഹം പറയുകയാണ്, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ലോകത്തുള്ള മുഴുവനും മുസ്ലിമീങ്ങളെയും മുബാലക്ക് വെല്ലുവിളിച്ചു. ഇതൊരു തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ്. ഈ ലക്ഷക്കണക്കിന് കോപ്പി ഈ മുബാല ആഹ്വാനത്തിന്റെ മലയാള പരിഭാഷ കേരളം മുഴുക്കെ തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വ്യക്തമായ നിലയിൽ അഹമ്മദിയ ജമാഅത്തിനെതിരായി നിലകൊള്ളുന്ന പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട 7 വിഭാഗത്തിന്റെ പേരുകൾ ആ ലഘുലേഖയുടെ ആദ്യ ഭാഗത്ത് തന്നെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അഹമ്മദിയ ജമാഅത്തിന് ഇമാം വ്യക്തമായി പറയുകയുണ്ടായി, അഹമ്മദിയ ജമാഅത്തിനെതിരിൽ അന്യായമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിന് പ്രസ്ഥാനത്തിനെതിരായി വ്യാജം പ്രചരിപ്പിക്കുകയും അഹമ്മദിയ ജമാഅത്തിനെതിരായി തെറ്റായ വിധികൾ പുറപ്പെടുവിക്കുകയും അഹമ്മദി മുസ്ലിമീങ്ങൾ കാഫിറാണെന്ന് വിധി കൽപ്പിക്കുകയുമെല്ലാം ചെയ്തിട്ടുള്ള ആ ആളുകൾ, ഞാൻ മുകളിൽ പറഞ്ഞു, പട്ടാളം ഭരണാധികാരി, അവിടുത്തെ ശരീഅത്ത് കോടതി ജഡ്ജിമാര്, അവിടുത്തെ അഹമ്മദിയ ജമാഅത്തിനെതിരായി പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ, റാബിത്തത്തുൽ ആലമീൻ ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ, ഇങ്ങനെ 7 വിഭാഗക്കാരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം മുബാരക്ക് ആഹ്വാനം ചെയ്തത്. അതല്ലാതെ ഒരിക്കലും സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ ഈ മുബാര ആഹ്വാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം. സലഫിയുടെ ഈ ഒരു പ്രസ്താവന പച്ചക്കള്ളമാണ് എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ആദിയാനികളുടെ ഖലീഫ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും വെല്ലുവിളിച്ചത്. പക്ഷേ ഖലീഫയുടെ വെല്ലുവിളി ലോകത്തെ ശ്രദ്ധിക്കപ്പെട്ടില്ല, അതിന് അർഹമായ പരിഗണന ലഭിച്ചില്ല. അങ്ങനെയിരിക്കെയാണ് 1988 അതേ വർഷത്തിൽ തന്നെ ഓഗസ്റ്റ് 17 സിയാ ഉൽ ഹക്ക്, പാകിസ്ഥാനിലെ ഭരണാധികാരിയായ സിയാ ഉൽ ഹക്ക് ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈ അവസരം ഖാദിയാനികളുടെ ഖലീഫ മുതലെടുത്തു. അയാൾ പ്രചണ്ഡമായ പ്രചരണം
ഖലീഫയും അനുയായികളും ലോകത്ത് പ്രചരിപ്പിച്ചു. എന്താ പ്രചരിപ്പിച്ചത്? കൃത്യമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുബാഹലക്ക് വെല്ലുവിളിച്ചത്. അതുകൊണ്ട് എൻ്റെ മുബാഹലയുടെ ഫലമായാണ് പാകിസ്ഥാനിലെ സിയാഉൽ ഹക്ക് കൊല്ലപ്പെട്ടത് എന്ന് വ്യാപകമായ പ്രചാരണം നടത്താൻ തുടങ്ങി. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യത്തിൽ ഈ ഖലീഫ മുബാഹലക്ക് വെല്ലുവിളിച്ചപ്പോൾ ആ മുബാഹല കൃത്യമായ നിലക്ക് ഏറ്റെടുക്കുകയോ ആ മുബാഹലയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പേരും വിവരങ്ങളും ലിസ്റ്റും ഒന്നും പ്രസിദ്ധീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ സലഫി ഇവിടെ തട്ടിവിടുന്നത് ഏറ്റവും വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലും വഞ്ചനയുമാണ്. അതായത് സിയാഉലക്ക് എങ്ങനെയോ മരണപ്പെട്ടു, അങ്ങനെ മരണപ്പെട്ടപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് ഖാദിയാനി ഖലീഫയും ഖാദിയാനികളും പ്രചണ്ഡമായ പ്രചാരണം നടത്തി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സലഫി താങ്കൾ പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, മുബാഹല ആഹ്വാനത്തിലെ ഒന്നാമത്തെ സംബോധിതൻ തന്നെ ജനറൽ സിയാഉലക്ക് ആയിരുന്നു. തുടർന്ന് മറ്റുള്ള സിയാഉലക്കിന്റെ സഹായികളായ ഞാനീ പറഞ്ഞ വിഭാഗക്കാർ, അഹമ്മദിയ വിരുദ്ധ പ്രവർത്തകർ. ഇത് കേരളത്തിൽ ഈ മുബാഹല ആഹ്വാനം പ്രചരിപ്പിക്കപ്പെടുകയും സിയാഉലക്കിന്റെ മരണം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ ലോക മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സകലമാന മുസ്ലിം പരസ്പരം പോരടിക്കുന്ന ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ ഈ അഞ്ചുമനി ഇശാഅത്തിന്റെ ആളുകൾ വലിയ പ്രോപ്പഗണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുഴുവനും പത്രമാധ്യമവും ചന്ദ്രികയും അടക്കമുള്ള പത്രങ്ങൾ അഹമ്മദിയ ജമാഅത്തിനെതിരായി അണിനിരന്നു ഇവരെ സഹായിക്കാൻ വേണ്ടി. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു. അതായത് സിയാഉലക്കിനും മുബാഹലുമായി ബന്ധമൊന്നുമില്ല, സിയാഉലക്കിന്റെ മരണശേഷമാണ് ഖാദിയാനികള് ഈ മുബാഹലുമായി സിയാഉലക്കിനെ ബന്ധിപ്പിക്കുന്നത് എന്നുള്ള വ്യാജം തന്നെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുക, മുബാഹലയിലെ ഒന്നാമത്തെ സംബോധിതൻ തന്നെ ജനറൽ സിയാഉലക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, ഈ 984 ഓഗസ്റ്റ് 30 ഏപ്രിൽ 30 ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ച ശേഷം നിരവധി തവണ മുബാരക്ക് മുമ്പ് തന്നെ സിയാഉലക്കിന്റെ ഈ അക്രമത്തെ സംബന്ധിച്ച് അദ്ദേഹം അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം എടുത്ത് കാണിക്കുകയും നിരവധി തവണ ദൈവികമായ ശിക്ഷയ്ക്ക് സിയാഉലക്ക് ഇരയാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാം. അഹമ്മദിയ സാഹിത്യങ്ങളിൽ സത്യദൂതൻ മാസിക ആ കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ആർക്കും എടുത്തു കാണിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇവിടെ ഈ മുബാഹലയിലും സിയാഉലക്കുമായി ബന്ധമില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1988 ഓഗസ്റ്റ് 17 സിയാഉലക്കിന്റെ മരണം ഉണ്ടാകുന്നത്. ഈ ഓഗസ്റ്റ് 17 തൊട്ട് മുമ്പ് ഓഗസ്റ്റ് 17 ബുധനാഴ്ച, അതിന്റെ 5 ദിവസം മുമ്പാണ് ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച. ഈ 12 വെള്ളിയാഴ്ച സിയാഉലക്കിന് അന്തിമമായ നിലയിലുള്ള താക്കീത് അഹമ്മദിയ ജമാഅത്തിന് ഇമാം നൽകുകയുണ്ടായി. അതായത് മുബാഹല പ്രഖ്യാപനത്തിന് ശേഷം നേരിട്ട് മുബാഹല സ്വീകരിക്കുവാനോ മുബാഹലയോട് പ്രതികരിക്കുവാനോ തയ്യാറാവാതിരുന്ന സിയാഉലക്ക് പക്ഷേ അഹമ്മദിയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത കൂട്ടുകയുണ്ടായി. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് അന്തിമമായ നിലയിൽ ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച സിയാഉലക്ക് തൻ്റെ ഈ പ്രവർത്തനങ്ങൾ മുഖേന ഈ മുബാഹലക്ക് ഇരയായിരിക്കുന്നു, മുബാഹല സ്വീകരിച്ചു എന്ന് സിയാഉലക്ക് തൻ്റെ പ്രവർത്തനങ്ങൾ മുഖേന ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് എന്നത് കൊണ്ട് തന്നെ ദൈവിക ശിക്ഷയുടെ ആട്ടുകല്ല് ചലിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും ഒരു കാരണവശാലും സിയാഉലക്കിന് രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം പ്രഖ്യാപിച്ചു. അപ്പൊ തെളിവെന്താണ്? ഇവിടെ പച്ചയായിട്ട് ഈ സലഫിയും അതേപോലെ ഇവര് നിഷേധിക്കുകയല്ലേ. അന്ന് ഇത് നിഷേധിച്ചുകൊണ്ട് പത്രപ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. വാർത്തകൾ ചന്ദ്രികയും മാധ്യമവും എല്ലാം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതേ മാധ്യമം പത്രത്തിൽ പാകിസ്ഥാനിലെ അഹമ്മദിയ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുന്നണി നേതാവായ മൻസൂർ അഹമ്മദ് ചീനിയോട്ടിയുടെ ഒരു പ്രസ്താവന മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ്. 1985 സെപ്റ്റംബർ 25 ഞായറാഴ്ചയിലെ മാധ്യമ പത്രത്തിൽ അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: സിയായുടെ മരണത്തിൽ ഖാദിയാനികൾക്ക് പങ്ക് ഉണ്ടെന്ന്. കറാച്ചി. പ്രസിഡന്റ് സിയാഉലക്ക് വിമാനാപകടത്തിൽ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം മുമ്പ്
അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് ഗുരുതരമായ ഭവിഷ്യത്തിനെ കുറിച്ച് താക്കീത് നൽകിക്കൊണ്ട് ഖാദിയാനി നേതാവ് മിർസ താഹിർ അഹമ്മദ് ചെയ്ത പ്രസംഗം അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ലോക പ്രവാചകത്വ പരിസമാപ്തി മിഷനറി മൗലാന മൻസൂർ അഹമ്മദ് ഷീനിയോട്ടി ആവശ്യപ്പെട്ടു. മാധ്യമം 1988 സെപ്റ്റംബർ 25 ഞായറാഴ്ച. അപ്പോൾ അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം സിയാഉൽ-ഹക്കിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും മുബാലയും സിയാഉൽ-ഹക്കും തമ്മിൽ ബന്ധമില്ല എന്ന പ്രോപ്പഗണ്ട നടത്തിക്കൊണ്ടിരിക്കെയാണ് ഈ ഒരു വാർത്ത മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എന്തായിരുന്നു അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം തന്റെ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുകൂടി നിങ്ങൾ കേൾക്കുക. ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ചത്തെ ഖുത്ബയിൽ അദ്ദേഹം പറയുകയാണ്, ദൈവകോപത്തിന്റെ ആട്ടുകല്ല് ഇതാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മുമ്പ് അള്ളാഹു തന്റെ ശത്രുക്കളെ ധൂളീകരിച്ചതുപോലെ തീർച്ചയായും അവന്റെ വിധി പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. ചരിത്രം ആവർത്തിക്കപ്പെടും. ലോകത്തുള്ള ഒരു നിയമത്തിനും ഈ ദൈവിക നിയമത്തെ മറികടക്കുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ വ്യക്തമായ നിലയിൽ മുബാല ആഹ്വാനത്തിന് ശേഷം അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം സിയാഉൽ-ഹക്കിന് ഈ മുബാലയുടെ ഫലമായ ദൈവിക ശിക്ഷ അദ്ദേഹത്തിന് മേൽ പതിക്കുമെന്നും അദ്ദേഹം നശിപ്പിക്കപ്പെടുമെന്നുള്ള വ്യക്തമായ താക്കീത് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം നൽകുകയുണ്ടായി. ഇനി അത് മാത്രമാണോ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മുബാല ആഹ്വാനത്തിന് ശേഷം ഈ പാകിസ്ഥാനിലെ ഈ ഓർഡിനൻസും ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് ശേഷം അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം നിർവഹിച്ച നിരവധി ഖുത്ബകളിലൂടെയും അഹമ്മദിയ ജമാഅത്തിന്റെ മുഖപത്രമായ സത്യദൂതനിലൂടെയും സിയാഉൽ-ഹക്കിനുള്ള നിരന്തരമായ മുന്നറിയിപ്പുകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. 1984 സെപ്റ്റംബർ 2 അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം നിർവഹിച്ച ഖുതുബ സത്യദൂതൻ മാസിക 1985 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ഖുതുബയിൽ ജനറൽ സിയാഉൽ-ഹക്കിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും അവിടുത്തെ ശരീഅത്ത് കോടതി ജഡ്ജിമാർക്കും അവിടുത്തെ പണ്ഡിതന്മാർക്കുമെല്ലാം തന്നെ രജിസ്റ്റേർഡായി അയച്ചു കൊടുത്ത താക്കീത് വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കുക. രജിസ്റ്റേർഡായിട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് നൽകിയിട്ടുള്ള താക്കീതിനെ സംബന്ധിച്ച് അമീറുൽ മോമിനീൻ അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പരാമർശിക്കുകയാണ്. ആ ഖുതുബയുടെ ഹെഡിങ്, ആ താക്കീതിന്റെ ഹെഡിങ് ഇപ്രകാരമായിരുന്നു: പ്രസിഡന്റ് സിയാക്കൊരു താക്കീത്, ആകാശത്തിന്റെ അനന്തതകളിൽ നിന്ന് ആപത്തുകൾ ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് ദിവ്യമായ ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ആകാശത്തിന്റെ അനന്തതകളിൽ നിന്ന് ആപത്തുകൾ ഇറങ്ങുമെന്ന് സിയാഉൽ-ഹക്കിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും രജിസ്റ്റേർഡ് കത്ത് മുഖേന താക്കീത് നൽകിയ കാര്യമാണ് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം 84 സെപ്റ്റംബർ 2 ജുമുഅ ഖുതുബയിൽ വിളംബരപ്പെടുത്തുന്നത്. പ്രസ്തുത ഖുതുബ പ്രസിദ്ധീകരിച്ചതാണ് 1985 ഫെബ്രുവരി മാസം. അപ്പൊ ഇത്രയും വ്യക്തമായ നിലയിലുള്ള താക്കീതുകൾ നിരന്തരമായി ജനറൽ സിയാഉൽ-ഹക്കിന് നൽകപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. 1984 ഡിസംബർ 13 ചെയ്ത ഖുതുബ, അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം ചെയ്ത ഖുതുബ 1986 സത്യദൂതൻ മാസിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ദിവ്യമായ പ്രതികാരം എന്ന തലക്കെട്ടിൽ സത്യദൂതൻ പ്രസിദ്ധീകരിച്ച ആ ഒരു ഖുതുബയിൽ സിയാഉൽ-ഹക്കിനെ സംബോധന ചെയ്തുകൊണ്ട് ഈ പറയുകയാണ്: അഹമ്മദിയ ജമാഅത്തിന് ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹു മിത്രമായുണ്ടെന്ന് ഓർക്കുക. താങ്കൾക്കൊരു മിത്രവുമില്ല. ഞങ്ങളുടെ ആ മിത്രം സഹായിക്കാൻ ഇറങ്ങി വരികയും താങ്കൾ തുണ്ടമാക്കപ്പെടുകയും ചെയ്യുമ്പോൾ താങ്കളുടെ സ്മാരക ശില പോലും ഈ ഭൂമുഖത്ത് അവശേഷിക്കുകയില്ല. താങ്കൾ എക്കാലവും നിന്ദാപൂർവം സ്മരിക്കപ്പെടുകയും ചെയ്യും.
എത്ര അത്ഭുതകരമായിട്ടാണ് ഈ ഒരു താക്കീത് പൂർത്തിയായതെന്ന് നമുക്ക് നോക്കാം. അതായത് സിയാഉൽ-ഹഖിന്റെ വിമാന അപകടം സംഭവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെയും കൂട്ടാളികളുടെയും ശരീരമെല്ലാം തന്നെ ഭൂമിയിൽ ചിന്നിച്ചിതറുകയുണ്ടായി. അങ്ങനെ ഷിയായുടെ മൃതദേഹ ഭാഗങ്ങൾ എന്ന നിലയിൽ സ്വരുക്കൂട്ടപ്പെട്ട ശരീരഭാഗങ്ങൾ ഇസ്ലാമാബാദിലെ ഫൈസൽ മോസ്കിൽ കബറടക്കപ്പെടുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ എന്തായാലും സംഭവിച്ചത് എന്ന് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. മാധ്യമം പത്രം 1989 ഓഗസ്റ്റ് 17 വ്യാഴാഴ്ച ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പാക് വ്യോമ ദുരന്തത്തിന് 1 വർഷം തികയുന്നു എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. സിയാഉൽ-ഹഖിന്റെ മരണം കഴിഞ്ഞ് 1 വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്ത 3 കോളം ഹെഡിങ് വാർത്തയാണിത്. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്താണ് ആ വാർത്തയിൽ പറയുന്നത്? ദിവംഗതനായ രാഷ്ട്രപുത്രന്റെ ഓർമ്മകൾ പുതുക്കാൻ ഇന്ന് 10,000 ഇസ്ലാമാബാദിലെ ഷിയയുടെ കബറിടത്തിലേക്ക് പ്രവഹിക്കും. നീ കേൾക്കുക. അതേസമയം ഷിയയുടെ ഖബറിൽ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം ഇല്ല എന്നും അവിടെ മറവ് ചെയ്തത് മറ്റാരുടെയോ മൃതശരീരമാണെന്നും കറാച്ചിയിൽ നിന്നുള്ള ഒരു ഉറുദു പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഷിയയും മറ്റു 4 ഉന്നത വ്യക്തികളും സഞ്ചരിച്ചത് തകർന്ന ഹെർക്കുലീസ് വിമാനത്തിന്റെ ക്യാപ്സ്യൂളിലാണെന്നും ദുരന്തത്തിന് 4 ദിവസം കഴിഞ്ഞാണ് ക്യാപ്സ്യൂൾ കണ്ടെത്തിയതെന്നും പ്രതിരോധ വകുപ്പിലെ ഒരു പത്രക്കുറിപ്പ് ഉദ്ധരിച്ചുകൊണ്ട് അമൻ പത്രം എഴുതുന്നു. പിന്നീട് കണ്ടെത്തിയ ഭൗതിക അവശിഷ്ടങ്ങൾ ബവൽപൂരിനടുത്ത ലാൽ കമാൽ ബസ്തിയിലെ ഹൈന്ദവ ശ്മശാനത്തിൽ മറവ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നും പത്രം തുടർന്ന് എഴുതുന്നു. പ്രിയ സഹോദരന്മാരെ, പ്രിയ റഫീഖ് സലഫി, താങ്കൾ നല്ലവണ്ണം കേൾക്കുക. അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാം അമീറുൽ മുഅ്മിനീന്റെ കുതുബയിലുണ്ടായിരുന്ന ഒരു വാചകമായിരുന്നു, താങ്കളുടെ സ്മാരക ശില പോലും ഈ ഭൂമുഖത്ത് അവശേഷിക്കുക ഇല്ല എന്നത്. അപ്പോൾ ഒരാളുടെ സ്മാരക ശില നമുക്കറിയാം, അവരുടെ ഭൗതിക ശരീരം അടക്കപ്പെട്ട ആ ഇടത്ത് നാട്ടുന്ന ഒരു അടയാളമാണ്. ഇവിടെ സിയാഉൽ-ഹഖിന്റെ യഥാർത്ഥമായ ശരീരം ബാവൽപൂരിലെ ഹൈന്ദവ ശ്മശാനത്തിൽ പിന്നീട് അടക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് വെളിപ്പെടുകയും ആ വാർത്ത അമൻ പത്രം റിപ്പോർട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് ഇതിന്റെ മുമ്പും ഷിയായുടെ മരണത്തിന്റെ അടുത്ത കാലത്ത് തന്നെ സിംഗിൾ കോളം ഹെഡിങ് ആയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആവർത്തിക്കുകയാണ് ആ റിപ്പോർട്ട് 1 വർഷം പൂർത്തിയായപ്പോൾ. അപ്പോൾ ആ സ്മാരക ശില പോലും ബാക്കിയാവുകയില്ല എന്നുള്ള അമീറുൽ മുഅ്മിനീന്റെ ആ ഒരു പ്രഖ്യാപനത്തെ അപ്രകാരം തന്നെ സർവശക്തനായ അള്ളാഹു പൂർത്തിയാക്കി കാണിച്ചു. ഇതായിരുന്നു പ്രിയ സഹോദരന്മാരുടെ ഷിയായുടെ അന്ത്യവും സിയാഉൽ-ഹഖിന്റെ നാശത്തെ സംബന്ധിച്ചുള്ള അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമിന്റെ പ്രവചനങ്ങളുടെ താക്കീതുകളുടെ ദിവ്യമായ അത്ഭുതകരമായ പുലർച്ചയും